പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദനയോടിരിക്കുന്ന, ഭാരത്തോടിരിക്കുന്ന, ആര് വഴിയൊന്ന് തുറന്നു തരുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന, വിശ്വസിക്കുന്ന ദൈവജനത്തെ നോക്കി സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ഭാരങ്ങളെ മാറ്റി ചില മേഖലകളെ തുറന്നു തരുന്ന സർവശക്തനായ ദൈവം. അതിന് ആധാരമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത തുറക്കപ്പെട്ട കല്ലറയെക്കുറിച്ചാണ്. തുറക്കപ്പെട്ട കല്ലറ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അടയപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന, ആരെനിക്ക് വേണ്ടി കല്ലൊന്ന് ഉരുട്ടി മാറ്റും, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ചിന്തിക്കുന്ന ദൈവജനത്തെ നോക്കി പലപ്പോഴും കല്ലറയിൽ ഒതുക്കി വെച്ചതുപോലെ ചില വിഷയങ്ങളെ ഒതുക്കി വെച്ച് പരാജയപ്പെടുത്തി കളയാൻ ശത്രു പദ്ധതി ഒരുക്കി ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ വ്യക്തമായി ദൂത് വിളിച്ചു പറയൂ, ശത്രുവിന് കല്ലറയിൽ ഒതുക്കാനേ കഴിയത്തുള്ളൂ. സർവശക്തനായ ദൈവം കല്ലറയെ തുറന്ന് പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. പലപ്പോഴും വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ആരെനിക്ക് വേണ്ടി വഴി തുറക്കും, ആരെനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തരും, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പല വിഷയങ്ങളും കല്ലറയിൽ അടയപ്പെട്ടതുപോലെ, വർഷങ്ങളായി കല്ലറയിൽ ഒതുക്കി വെച്ചതുപോലെ പല വിഷയങ്ങളും ഒതുക്കി വെച്ച് ഇനി ഒരിക്കലും നടക്കത്തില്ല, പുറത്തു വരത്തില്ല, പുറം ലോകം കാണത്തില്ല, പുറത്ത് നിന്നെ വാഴിക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രുവാകൻ ഒതുക്കി വയ്ക്കുമ്പോൾ തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, കല്ലറയെ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവം. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ പ്രതികൂലത്തെ ഒതുക്കിക്കളയുന്ന സാഹചര്യങ്ങളെ തുറന്ന ഒരനുകൂലത്തിൻ്റെ വഴിയെ വെളിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം. അതിനാധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 1-ാമത്തെ വാക്യത്തെ ആധാരമാക്കിയാണ് വായിക്കുന്നത്. അവർ ഒരുക്കി സുഗന്ധവർഗവും എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കൽ എത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അടയപ്പെട്ട മേഖലയിലേക്കാണ് ചിലര് കടന്നു പോകുന്നത്. ആര് ഒന്ന് തുറന്നു തരുമെന്നുള്ള ചിന്തയോടുകൂടിയാണ് പ്രത്യാശയുള്ളവർ കല്ലറയിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ പ്രത്യാശയോടുകൂടി കടന്നു ചെന്ന സ്ത്രീകളുടെ മുമ്പിൽ അവരനുഭവിച്ച പ്രതികൂലത്തിന്റെ വിഷയം എന്താണോ ദൈവാത്മാവ് അവിടെ തുറന്നു കൊടുക്കുവാനിടയായി തീർന്നു. തുറന്നു കൊടുക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അവര് വെറുതെ അങ്ങ് ഇറങ്ങി പോവുകയല്ല ചെയ്തത്. അവർ സുഗന്ധവർഗം ഒരുക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞാണ് അവർ അടയപ്പെട്ട മേഖലയിൽ, ഏത് വഴിയാണോ അടച്ചത്, ഏത് സാഹചര്യമാണോ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒതുക്കി വെച്ചത്, ആ വിഷയത്തിന്റെ നടുവിലേക്ക് പ്രാർത്ഥനയുമായി ഇറങ്ങിയപ്പോൾ അഭിഷേകത്തോടുകൂടി ഇറങ്ങാൻ തയ്യാറായപ്പോൾ പ്രതികൂലമായി മുമ്പിൽ നിന്ന് ചില കല്ലറയുടെ വാതിലുകളെ ദൈവാത്മാവ് തുറക്കുവാനിടയായി തുറന്നു. അവിടെ ദൈവാത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി. സ്വർഗം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അധികാലത്ത് സ്ത്രീകൾ സുഗന്ധവർഗങ്ങളുമായി കല്ലറയിൽ എത്തി. നിന്റെ വിഷയം എന്താണോ നീ ഭാരപ്പെടുന്ന വിഷയം, ആ വിഷയത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ദൈവസന്നിധിയിലൊന്ന് കടന്നു ചെല്ലാൻ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും ദൈവീയ ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ വിഷയത്തെ ദൈവം അവിടുന്ന് തുറന്ന് നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി തന്ന് ഒരിക്കലും തുറക്കത്തില്ല എന്നും പുറലോകം കാണത്തില്ല എന്നും സമൂഹത്തിന് നടുവിൽ നിനക്ക് ഉയർച്ച ഉണ്ടാകില്ല എന്നും കൂട്ടത്തിൽ നിനക്കൊരു മാന്യത ഉണ്ടാകില്ല എന്നും സമൂഹം പറയുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടെ എന്റെ ക്രിസ്തുവിന്റെ പാദാങ്കണത്തിൽ ഒന്ന് ചെല്ലാൻ നീ
നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ വിഷയം എന്തുമായിക്കോട്ടെ, അവൻ അടയപ്പെട്ട വിഷയമാണെങ്കിലും ഒതുക്കപ്പെട്ട വിഷയമാണെങ്കിലും സർവശക്തനായ ദൈവം വിഷയത്തിന് പരിഹാരം നൽകി തന്ന് നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. മത്തായി സുവിശേഷം 28:1 ആമേൻ 10 വാക്യങ്ങളിൽ ആമേൻ സ്ത്രീകൾ ശൂന്യ കല്ലറകൾ കാണുന്നതും ദൂതന്റെ സന്ദേശവുമാണ് കാണാൻ കഴിയുന്നത്. ദൂതന്റെ സാന്നിധ്യം, തുറക്കപ്പെട്ട അനുഭവങ്ങളും മുമ്പിലുള്ള പ്രതികൂലത്തെ മാറി ആമേ വിശാലമായി തുറക്കപ്പെട്ട ഒരു വാതിലാണ് ആമേൻ അവിടെ കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:1-18 വരെയുള്ള വാക്യങ്ങൾ ആമേ മഗ്ദലേനയുടെ കല്ലറ സന്ദർശനവും ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പ്രത്യക്ഷതയുമാണ് അവിടെ കാണാൻ കഴിയുന്നത്. പ്രതികൂലം അനുഭവിക്കുന്ന ആമേ മഗ്ദലക്കാരത്തെ കാണാൻ കഴിയുന്നുണ്ട്. കല്ലറയുടെ അനുഭവം കാണാൻ കഴിയുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട്. ചില പ്രതികൂലത്തിന് നടുവിൽ യേശുവിന്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ അനുഭവം ദൈവാത്മാവ് നൽകി തരുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരും. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-3-8 വാക്യങ്ങൾ ക്രിസ്തുവിന്റെ മരണം, സംസ്കാരം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെക്കുറിച്ചുള്ള പൗലോസിന്റെ സാക്ഷ്യമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അവിടെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ അവൻ ഒരുക്കപ്പെട്ട അനുഭവത്തോടുകൂടി ക്രിസ്തുവിന്റെ സന്നിധിയിൽ വിഷയങ്ങളെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നീ അടയപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച മേഖലകളെ, ഇനി ഒരിക്കലും തുറക്കപ്പെടില്ല എന്ന് ചിന്തിച്ച മേഖലകളെ സർവശക്തനായ ദൈവം നിന്റെ മുമ്പിൽ തുറന്നു തരുവാൻ തക്കവണ്ണം ഇവിടെയായി തീരും. ആ തുറക്കപ്പെടുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ചിന്തകളാൽ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.